ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നഴ്സറി പോകേണ്ട ദിവസമായതുകൊണ്ട് ഞാനും മോനും കൂടെ നഴ്സറി പോകാം കേട്ടോ. മോൻ്റെ വെയ്റ്റും ഹൈറ്റും ഒക്കെ നോക്കണം. പിന്നെ അതിൽ നിന്ന് ഫേസ് ക്യാപ്ചറിങ് എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം. നേരമല്ലാത്ത നേരത്തെ ഞാൻ നേരെ ഉണ്ടാക്കിയിട്ട് പോകാം കേട്ടോ. ഇന്ന് അമ്മയല്ല, അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പം വീട്ടിലെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ മോനെയും കൊണ്ട്. അതിനിടയ്ക്ക് കൂടി ഞാൻ മോനും കൂടെ പോകാം കേട്ടോ. അതിനോട് ഞാൻ ഓരോരോ കൊച്ചു വർത്താനം പറഞ്ഞ് പോവുകയാണ്. ഇപ്പോൾ ഒരു മൈൻഡും വെക്കുന്നില്ല. പോകുന്ന വഴിക്ക് കൂടി ഞാൻ പോകുന്ന ഇടയ്ക്ക് എനിക്ക് പേടിയായിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോകാം കേട്ടോ. ആ ഇടയിലോട്ട് ഇത്തിരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മുള്ളമ്പന്നി പോട്ടെ കാട്ടുപന്നി ഉണ്ടെന്നാണ് പറഞ്ഞ ഒരു ഗുഹ പോലൊരു ഇതുണ്ട്. അങ്ങോട്ടേക്ക് പേടിയാവട്ടോ. ഇത് രാവിലത്തെ വിശേഷങ്ങളാട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും റെഡിയായി വരുന്നില്ല. എത്ര നോക്കിയിട്ടും കിട്ടുന്നുമില്ല. പിന്നെ ലോങ് വീഡിയോസ് പുറത്തൊന്നും പോകാതെ വീട്ടിൽ നിൽക്കുന്നവർക്ക് വേറെ എന്തെല്ലോ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. കിച്ചണിൻ്റെതായിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇന്നലെ തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക്. എൻ്റെ 2 മക്കളും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിയും ചമ്മന്തിയും. സാമ്പാറൊന്നും ഒറ്റകൾ കൂട്ടി കഴിക്കൂല. ചമ്മന്തി മോക്കും ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്താക്കാമെന്ന്. എനിക്ക് അമ്മ പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ അതിൽ തന്നെ അരിക്കും വെള്ളം വെക്കാമല്ലോ. അപ്പം മോള് പോകുമ്പോഴത്തേക്ക് ചോറും ആവും. പിന്നെ ഓന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓനെ ഉറക്കിയിട്ട് ബാക്കി ഓരോരോ പണികൾ എടുക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ പുറത്തെ അടുപ്പിൽ ചാരമൊക്കെ വാരുക കേട്ടോ. ഞാൻ രാത്രി തന്നെ അടുപ്പിൻ്റെ അവിടെയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. തുടച്ചിട്ട് കുറച്ച് ദിവസമായി ഞങ്ങളിത് 2-3 ദിവസമായി തോന്നുന്നു പിടിപ്പിക്കാണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കേക്ക് തുടച്ചൊക്കെ എന്നാലും വൈകുന്നേരം രാത്രിയിലിട്ടുകൊണ്ട് വൃത്തിക്കാട്ടോ കിടന്ന്. പെട്ടെന്ന് ഓലക്കണ്ണിയും കൊതുമ്പും എല്ലാം വെച്ച് പെട്ടെന്ന് തീ പിടിച്ചിട്ടോ. ഇഡ്ഡലി പാത്രവും വെച്ച് പെട്ടെന്ന് ഇഡ്ഡലി ചുടാന്നുള്ള മട്ടിൽ ചുട്ടോ. തീ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. ഈ അടുപ്പ് കൊണ്ട് പുകയില്ലാത്ത അടുപ്പല്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തീ പിടിപ്പിച്ചാൽ ദിവസം കത്തിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല തീയായിരിക്കും കേട്ടോ ഉണ്ടാകുക. അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടോ. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഞങ്ങൾക്കൊരു ചെമ്പിൽ വെള്ളം ഉണ്ടാവലുണ്ട്. ഇന്നത് വച്ചിക്കില്ല, അതുകൊണ്ടാണ് അത് മൂടി വെച്ചത്. ചെറുതായിട്ടൊരു പുക പോകുന്നുണ്ട്. വെച്ചാൽ അത് ഞാൻ പെട്ടെന്ന് പുകേൻ്റെ ഇടയിൽ നിന്ന് ഞാനത് വെച്ചിട്ടാട്ടോ അങ്ങനെ വന്നത്. അങ്ങനെ കത്തി അങ്ങ് ശരിയാകുമ്പോൾ ആ പുകയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ഇതിൽ ഞാൻ വെള്ളവും വെക്കുന്നുണ്ട്. പറയാൻ മറന്നുപോയതാട്ടോ. പിന്നെ അതിന് ശേഷം എന്താ ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ ഇന്നലെ രാഗി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും തേങ്ങയും ഉപ്പും എല്ലാം കൂടെ അരച്ചിട്ടിട്ട് ഒരു ചമ്മന്തി കേട്ടോ. അതൊരു ഇഷ്ടം. അത് കടുക് പൊട്ടിച്ചാൽ അത് മതി. ഞങ്ങൾക്കത് ഒത്തിരി അധികമായി പോയി. കുറച്ച് മതിയായിരുന്നു. ഞാനും മക്കൾ കഴിക്കും ഇഡ്ഡലി, വേറെ ആരും കഴിക്കൂല. ഒന്ന് മിച്ചമായിരിക്കും. അല്ലെങ്കിൽ ഏട്ടൻ വേണം. ഏട്ടനും ദോശേൻ്റെ ഇഡ്ഡലീൻ്റെ ആളായിട്ട് തോനെ ദോശ ഇഡ്ഡലിയും തിന്നും. ഞാനും മക്കളൊക്കെ മോളൊരു 6 തിന്നും. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും പിന്നെ വീട്ടിലായിട്ട് മോനൊന്ന് തിന്നും. ഞാനൊരു 3 തിന്നും. എനിക്ക് അത്ര അങ്ങനെ പോരാ. അല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഒരു 5-6 തിന്നും. അല്ലാണ്ട് 2-3 തിന്നും കേട്ടോ. അതിന് ലേശം വെള്ളം ഒഴിച്ച് വെച്ച് ഇതാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഇഡ്ഡലി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൊങ്ങി നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി ആയിരുന്നു ഇന്നത്തെ ഇഡ്ഡലി. കുറേ ദിവസത്തിന് ശേഷം കേട്ടോ എൻ്റെ ഇഡ്ഡലി ഇങ്ങനെ നന്നായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്തോ ഇഡ്ഡലിയാണ് ഉണ്ടാവൽ. കുഴപ്പമില്ല, നല്ല ഇഡ്ഡലി ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസിൽ കൊണ്ടുപോയി ചമ്മന്തിക്ക് വറവൊക്കെ ഇട്ടു കേട്ടോ. ഇത് ഞങ്ങൾക്ക് അധികം ഞങ്ങൾക്ക് 3 ശേഷം മോള് സ്കൂളിൽ പോയതിന് ശേഷം അരിക്ക് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ വണ്ടി കയറ്റി വിടാൻ പോകുന്നതിന് മുന്നേ അരിയൊക്കെ തിളച്ചിനി മോനെ അവിടെ ആക്കിയിട്ട് എനിക്ക് അരി ഊറ്റണം കേട്ടോ. അതിന് ശേഷം ലേശം വൻപയർ പുഴുങ്ങിയതാണ് മോക്കിഷ്ടമാണ്. കുറച്ച് വൻപയർ പുഴുങ്ങി തേങ്ങ ഇട്ടെടുത്താൽ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ.